കൊല്ലത്ത് നിന്നും രാജീവ് കൂടി ചേരുന്നു. രാജീവ്, UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ഇന്നാകും പത്രിക സമർപ്പിക്കുക അല്ലേ? അജിൻഷാദ്, UDF സ്ഥാനാർത്ഥിയായ NK പ്രേമചന്ദ്രൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് കൊല്ലം കളക്ടറേറ്റിലെ ജില്ലാ കളക്ടർ മുമ്പിൽ, വരണാധികാരിയുടെ ജില്ലാ കളക്ടർ മുമ്പിൽ പത്രിക സമർപ്പിക്കുന്നത്. 10:30 അദ്ദേഹം അതിന്റെ ഇതിന് സമീപമുള്ള RFP ഓഫീസിലെത്തും. അവിടെ നിന്നും പ്രകടനമായി എത്തിയാണ് ഇദ്ദേഹം പത്രിക സമർപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന ദിവസമാണ്. നാളെ മുതൽ 3 പാർട്ടികളും ശക്തമായ പ്രചരണത്തിലേക്ക് പോകാനാണ് സാധ്യതയുള്ളത്. കാരണം ഈ ഇലക്ഷന് ഏതാണ്ട് ഈസി വാക്ക് ഓവർ എന്ന മട്ടിലാണ് NK പ്രേമചന്ദ്രൻ ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് അദ്ദേഹം വോട്ടർമാരെ ശ്രമിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് ഈ വോട്ടർമാർക്കിടയിൽ നല്ല രീതിയിലുള്ള സ്വാധീനമുണ്ട്. അതേസമയം ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് മുകേഷ് MLA തന്നെ ഈ കൊല്ലം നിയമസഭാ മണ്ഡലം MLA മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഈ LDFന്റെ ഈ നീക്കം ഫലപ്രദമാകുമെന്നാണ് LDF നേതൃത്വം കരുതുന്നത്. ഈ കിഴക്കൻ മേഖലയിൽ ചടയമംഗലം, പുനലൂർ പ്രദേശങ്ങളിലൊക്കെ തന്നെ മുകേഷിന് അനുകൂല ഘടകമാണ് ഉള്ളത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രചരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് LDF പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പ്രേമചന്ദ്രനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെ അവർക്കുണ്ട്. അതോടുകൂടി തന്നെ ഈ ശക്തമായ ഒരു വൈകി എത്തിയ സ്ഥാനാർത്ഥിയാണ് BJPയുടെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. പക്ഷേ ശക്തമായ പ്രചരണത്തിൽ തന്നെയാണ് ആദ്യത്തെ റോഡ് ഷോ തന്നെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ഇവിടെ പ്രകടനത്തോടെ എത്തിയത്. ഇവിടെ കാലുകുത്തിയത് തന്നെ ആ ഒരു രീതിയിലേക്കാണ്. ഈ തീരദേശ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉള്ളവരെ എത്തി സ്വാധീനം ചെലുത്താനുള്ള ശ്രമത്തിലാണ് BJP. മാത്രമല്ല, ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ട് സമാഹരിക്കാനുള്ള ശ്രമവും BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും 3 പേരും രംഗത്തെത്തിയത് തന്നെ ശക്തമായ രീതിയിലുള്ള പ്രചരണം ഈ നാളെ മുതൽ ആരംഭിക്കും. അജിം ഷാ. ശരി രാജീവാണ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. NK പ്രേമചന്ദ്രനും ഇന്ന് അവസാന ദിനമായി ഇന്ന് പത്രിക സമർപ്പിക്കും ആണ് രാജീവ് റിപ്പോർട്ട് ചെയ്തത്. മറ്റു വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകാം.